നൈസ് എക്സ്പീരിയൻസ് ആണ്. എന്തായാലും തായ്ലാൻഡ് വരികയാണെങ്കിൽ ഫുക്കറ്റ് വരികയാണെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞു വരുന്നത് ചവിട്ടി കൂട്ടി തലയിലിട്ടി തേച്ചളയും ഞാൻ തല തെറിച്ചവന് എന്റെ പെടലി പോയി. നമ്മളപ്പോ DMKയിലെത്തി. ഇനി നമ്മൾ ഫുക്കറ്റിലേക്ക് പോകാനുള്ള ചെക്കിന് പോകാനാണ്. സോ നമ്മൾ ചെക്കിനും സെക്യൂരിറ്റി ചെക്കും ഒക്കെ കഴിഞ്ഞു. ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു 5:15. അപ്പോൾ ലഞ്ചിന് നമുക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് വാങ്ങി ഒരു സാൻഡ്വിച്ചും അവിടെ തുടങ്ങിക്കഴിഞ്ഞു ബർഗറും. അങ്ങനെ ഒരു 6:30 നമ്മൾ ഫുക്കറ്റ് എത്തി. അവിടെ നിന്ന് ബോൾട്ട് യൂസ് ചെയ്ത് നമ്മൾ ഹോസ്റ്റലിലേക്ക് വന്നു. ബുക്കേബർഡ് ഹോസ്റ്റൽ എന്നാണ് ഹോസ്റ്റലിന്റെ പേര്. ഈ ഹോസ്റ്റലും കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ലൊക്കേഷൻ അടിപൊളി. കാരണം തൊട്ടടുത്ത് തന്നെ ഒരു മോളുണ്ട്. നമുക്ക് നടന്നു പോകാനുള്ള ദൂരത്തിലൊരു മോള്, പബ്ബുകൾ. അപ്പം നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ഥലമാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. സോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്റ്റേ ഇഷ്ടമായി. സോ ഇവിടെ നിറയെ ബ്രോഷേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം ഐലൻഡ് ടൂറിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നാളെ ഐലൻഡ് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ എടുത്തത് ടിപ്പ് ടോപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ടീമിന്റെ ബ്രോഷറാണ്. Tomorrow, right? Let me check available seat for you first. I'm not sure. Okay. Can you check now? Will you come back? Yes, sure. Or do you have സോ നമ്മൾ റൂമിൽ കയറി. പുറത്ത് നല്ല വൈബാട്ടോ. ബുക്കേബർഡ് ഹോസ്റ്റൽ എന്നാണ് ഈ നമ്മൾ എടുത്ത സ്റ്റേയുടെ പേര്. അപ്പൊ നമുക്കിപ്പോ ഫുഡ് കഴിക്കണം. ഇവിടെ നൈറ്റ് കുറച്ച് അടുത്തൊക്കെ എന്തൊക്കെയോ മാർക്കറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഒന്ന് കാണണം. ഇപ്പൊ നമ്മുടെ നാളത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ടൂർ പോവാനാണ്. ഞങ്ങൾ ടിപ്പ് ടോപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട്. 1800 ബാത്ത് ഒരാൾക്ക്. അപ്പൊ അതെടുത്തു. അതാണ് ഇപ്പൊ ഐലൻഡ് ട്രിപ്പ്. അതൊക്കെയാണ്. അപ്പൊ അത് അവര് പിക്കപ്പ് വന്നേക്കുന്നത് നാളെ രാവിലെ 8:30. അപ്പോഴത്തേക്ക് നമുക്ക് എണീക്കണം. അതിന് വേണ്ടി നമ്മൾ പോയിട്ട് തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങണം. ഓക്കെ, നമ്മളിപ്പോ പുറത്ത് പോവാണ്. സോ ഇന്നാണ് നമ്മുടെ ഐലൻഡ് ട്രിപ്പ്. ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് ഹോസ്റ്റലിലെ താഴേക്ക് വന്നു. കാരണം ഇന്നലെ രാത്രി വന്നപ്പോൾ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ വന്ന് നമ്മൾ വിശാലമായി ഹോസ്റ്റലൊക്കെ ഒന്ന് നടന്ന് കണ്ടു. ഇനി നമുക്ക് 8:45 പിക്കപ്പ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കണം. നമ്മള് ടിക്കറ്റ് ഒക്കെ കാണിച്ച് അപ്പൊ നമ്മള് ഇവര് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുക. പിന്നെ അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഹാർട്ട് ഇഷ്യൂസ് അല്ലെങ്കിൽ ആസ്മ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പിന്നെ അന്നത്തെ കംപ്ലീറ്റ് പ്ലാൻ പറയും. നമ്മൾ ഏതൊക്കെ ഐലൻഡാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയും. ഏതൊക്കെ ഐലൻഡിൽ വെള്ളത്തിൽ ചാടാം, വെള്ളത്തിൽ ചാടിക്കൂടാ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ അതിന് നമ്മൾ സ്വിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധന ജംഗമ വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകണമെന്ന് പ്രത്യേകം പറയും. അല്ലെങ്കിൽ ഫിൻസ്, അല്ലെങ്കിൽ വാട്ടർ ഷൂസ്, സ്വിം സ്യൂട്ട്, മൊബൈൽ കവർ, ഇതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വാങ്ങാൻ പറയും. വാട്ടർ ഷൂസ് ഇല്ലാതെ വെള്ളത്തിനകത്തൂടി നടന്നാൽ നിങ്ങളുടെ കാല് കല്ലിലൊക്കെ തട്ടി വെണ്ട് കീറി പൊളന്നു പോകുമെന്നൊക്കെ പറയും. അതിനുള്ള ഫോട്ടോസ് അവർ കാണിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഫോട്ടോസ് കാണിക്കും. അപ്പം അങ്ങനെയൊക്കെ പേടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അല്ല, ഞങ്ങൾ പേടിച്ചില്ല, ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. സോ ഇത് ടിപ്പ് ടോപ്പിൻ്റെ മാത്രം ആൾക്കാരല്ല ഇവിടെ ഇരിക്കുന്നത്. പല ടൂറിൻ്റെ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ കയ്യിലൊരു ബാൻഡ് ഉണ്ട്. സോ ഈ റോസ് കളർ ബാൻഡ് ആണ് ടിപ്പ് ടോപ്പ് ഡെസ്റ്റിനേഷൻ്റെ ആൾക്കാരെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ അവിടെ ഒരു കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടി അത് തുറക്കപ്പെടുന്ന കഷ്ടപ്പാടാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിച്ചത് അപ്പുറത്തെ സൈഡിൽ നിന്ന്. വൻ കോമഡി. അവിടെയാണെങ്കിൽ പഴം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ സാൻഡ്വിച്ചും പിന്നെ വേറെ എന്തൊക്കെയാണ്. സാൻഡ്വിച്ച് അതിൻ്റെ വലിയ കഥയില്ല. ഞങ്ങൾക്ക് അടിച്ച് പൊട്ടിക്കലല്ല ചെയ്യണ്ടായിരുന്നു. കുത്തിയിട്ട് ഇങ്ങനെ കുടിക്കണ്ട. ഞാനിത് ആദ്യമായിട്ടാണ്.
സോ നമ്മൾ ഐലൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ബോട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ അവർ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. ഇതുപോലെ. അപ്പൊ നമ്മള് ബോട്ടിലേക്ക് കയറി. ഫസ്റ്റ് നമ്മള് ഏതൊരു ഐലൻഡിലാണ് പോണം, അവിടെ എത്തിയിട്ട് പറയാം. പേരൊക്കെ മറന്നുപോയി ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. Let me introduce myself. My name is Downy. Downy, like a brownie, but don't call me brownie, okay? So sharing boat is mean one person 300 baht. One long sail boat about 8 to 10 person, 40 minutes or so. But you share the time for sharing boat. But സോ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ നമുക്ക് ഈ ബോട്ടിൽ നിന്ന് മാറി ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ട് ഒരു പ്രൈവറ്റ് ബോട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ 300 ബാത്ത് കൊടുത്ത് അത് ബുക്ക് ചെയ്യാം എന്നാണ് നമ്മുടെ ഡൗണി പറയുന്നത്. ഡൗണിയുടെ കൂടെ ആ മൂലയ്ക്ക് നിൽക്കുന്ന നമ്മുടെ പിങ്കിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള സ്പീഡ് ബോട്ട് റൈഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഈ ഭയങ്കര സ്പീഡിൽ തിരമാലയുടെ പുറത്തുകൂടി ഇങ്ങനെ ചാടിച്ചാടിയൊക്കെ പോകുമ്പോഴത്തേക്കും ഫുൾ ആർക്കും വിളിയും ബഹളമൊക്കെ വരും. അപ്പൊ നമ്മളിപ്പോ മായാബൻ ഐലൻഡിലാണ് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് സ്വിമ്മിങ് അലൗഡ് അല്ല, കാരണം അവിടെ ബേബി ഷാർക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്തോ ഉള്ളിലോട്ട് പോകുന്നു, എന്താ സംഭവം എന്നറിയില്ല, നോക്കാം. മായാബൻ ഈ വ്യൂ എന്ന് പറയുന്നത് ഒരു ഫാബുലസ് വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ മായാബേ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മായാലോകത്ത് എത്തിയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു ഇത്. കാരണം നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കളർ വെള്ളവും ഇങ്ങനത്തെ ഒരു ബീച്ച് കാണുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. വെള്ളത്തിന്റെ കളറൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ സിനിമയിലൊക്കെ ഇത് മുന്നേ കണ്ടിട്ടുള്ളൂ. അടിപൊളി. അപ്പോൾ നമ്മളിപ്പോൾ മായാബൻ ബീച്ചിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. സൂപ്പർ വ്യൂ. ഇപ്പം ചില സിനിമ നമ്മുടെ മുന്നന്തി ചാരൽ നീ ആ പാട്ടൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. നല്ല അടിപൊളി സ്ഥലം, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ കണ്ണിന് കുളിർമയുള്ള സ്ഥലം. 11:50 അവിടെ തിരിച്ചെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് മീറ്റിംഗ് പോയിന്റിലേക്ക്.
ബോട്ടിൽ പോകേണ്ടവർക്ക് ബോട്ടിൽ പോവാം, വെള്ളത്തിൽ ചാടേണ്ടവർക്ക് വെള്ളത്തിൽ ചാടാം. ഇവിടെ നമ്മളൊരു 1 hour നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ പ്രൈവറ്റ് ബോട്ടിൽ പോയിട്ട് ഒരു റൈഡിന് പോകണമെന്നുള്ളവർക്ക് എക്സ്ട്രാ കാശ് കൊടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ ഇങ്ങനെ ഷെയർ ഇട്ട് 300 രൂപ ഒരാൾക്ക് എന്നുള്ള രീതി ഷെയർ ഇട്ട് അങ്ങനെ ഒരു ബോട്ട് പിടിച്ച് പോവാം. ഞങ്ങളിപ്പോൾ അത് രണ്ടും ചെയ്യുന്നില്ല. ഈ ബോട്ടിൻ്റെ ബാൽക്കണിയിൽ വന്നിരുന്ന് അപ്പുറത്തേക്കിൽ വന്നിരുന്ന് ചില്ല് ചെയ്യാണ്. അപ്പോൾ സ്വിമ്മിങ് അറിയാത്ത ഞങ്ങൾ എടുത്ത് ചാടാൻ പോവുകയാണ്. ലൈഫ് ജാക്കറ്റിലാണ് വിശ്വാസം. എല്ലാവരും ചാടുന്നു. അപ്പോൾ നമുക്ക് ചാടാനൊരു ത്വര. ഇവിടെ വന്നവരെ നിർത്തോളൂ. അപ്പോൾ അധികം കഥാപ്രസംഗം ഇല്ലാണ്ട് പോയി ചാടട്ടെ. ഓക്കെ പറയും. പോയിട്ട് വരാം. പേടിയുണ്ട് കേട്ടോ, എന്നാലും ചാടുക. പേടിക്കണ്ട, പേടിക്കരുത്, പേടിക്കണ്ട, പേടിക്കണ്ട. പൊന്തിക്കടക്കുടി നീ ആ കയറിനോടി പോയ തിരിഞ്ഞെടുക്ക്. കിരണിൻ്റെ സാഹസികമായ നീന്തലൊക്കെ വീഡിയോ എടുത്ത് തരുന്നത് നമ്മുടെ പിങ്കിയാണ്. അപ്പോൾ പിങ്കിയാണ് നമുക്ക് ഇപ്പോൾ വീഡിയോഗ്രാഫർ. നീന്താൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് എന്നെ ചതിച്ച മനുഷ്യനാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ കുറച്ച് പൊങ്ങിക്കിടന്നിട്ട് ഇങ്ങ് കയറി. ഹൈ ഹൈ. ഇത്രയും വലിയ മല ഇതൊരു കേവ്. 1500 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആൾക്കാർ വന്ന് ഷിപ്പിന്റെ ഒക്കെ പടം വരച്ച് വെച്ചു എന്നൊക്കെ. ഇപ്പൊ അതിനകത്തോട്ട് എൻട്രി ഇല്ല. അതിനകത്ത് നിറയെ പക്ഷികളൊക്കെ കൂട് വെച്ചിട്ടുണ്ട്. അത് അവര് പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കണം. ഈ ഫുഡ് നല്ലതായിരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ നിൽക്കുന്നത്. എന്തൊക്കെയോ ഉണ്ട്. തീർന്നു. മസാല ചിക്കൻ, സ്വാമിയാട് സീ ഫുഡ്, ഫ്രൈഡ് ചിക്കനിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പപ്പായ സലാഡ്, ടൊമാറ്റോ സോസ്, പിന്നെ തണ്ണിമത്തണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. സോ ഫീഫി ഐലൻഡിൽ ഞങ്ങളൊരു ലഞ്ച് കഴിച്ചതിന് ശേഷം ചെറിയൊരു വാക്കിനിറങ്ങി. അപ്പോൾ നമുക്കിവിടെ 2 മണിക്കൂറോളം സമയമുണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ നമ്മുടെ വർക്കലയിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് കടകൾ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ കടകളൊക്കെ കുറച്ച് വെറൈറ്റിയാണ്. പച്ച കുത്താനുള്ള കട, ബിയർ കട, വൈൻ കട, ബാഗ്, തൊപ്പി, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കടകളുണ്ട്. ഡ്രിങ്ക്സ് ആണ് കൂടുതലും ഉള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ കാനബീസും ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പം ഞാൻ പറയുന്നില്ല. കാണും.
ഗണപതിക്ക് എന്തായി വെട്ടിക്കാര്യം മെഡിക്കൽ ഷോപ്പ്, ഫാർമസി. അപ്പൊ നമ്മള് ഫിജി ഐലൻഡിൽ നിന്ന് ഇതാണ് ഇനി നേരെ മങ്കി ബീച്ചിലോട്ട് മങ്കികളായിട്ടൊക്കെ ഫോട്ടോ എടുക്കുമെന്ന് പറയുന്നു. ഇതാണ് മങ്കി ബേ. 1-2 മങ്കി അങ്ങ് ദൂരെ ഇരിപ്പുണ്ട്. ആ വഴി അങ്ങ് അകത്തോട്ട് പോയ എന്തുണ്ടാവും. സോ നമ്മളിപ്പോൾ സ്നോർക്കലിംഗ് പോയിന്റിലാണ്. അപ്പോൾ സ്നോർക്കലിംഗ് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്. എല്ലാവരും എടുത്ത് ചാടുന്നുണ്ട്. സോ കിരൺ അതിൻ്റെ സംഭവങ്ങളൊക്കെ വെക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നമ്മൾ അടുത്ത ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അവസാനത്തെ ഐലൻഡ്. ഇവിടെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, പേ ചെയ്താൽ ചെയ്യാവുന്ന ആക്ടിവിറ്റീസ്. We can see. നോക്കൂ ഗൈസ്, ഫുൾ ഓഫ് മീൻസ്, കളർഫുൾ മീൻസ്. അയ്യോ ഇതിലെടുക്കട്ടെ, ഇത് മുക്കട്ടെ. മുങ്ങിയ പ്രശ്നമില്ലേ? മുങ്ങാനല്ലേ ഇത് തന്നത്, അല്ലല്ലേ? അയ്യോ 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 അയ്യോ, ഈ സൈഡ് മാത്രം ഇങ്ങനെ മീന്. സോ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ കുറച്ച് കഷ്ടമാണ്. ബിക്കോസ് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു ചെറിയ ഐസ്ക്രീമിന് തന്നെ 70 ബാത്ത് കണ്ടിട്ടായിരുന്നു. നമ്മള് ബാൻഡ് തിരിച്ചു കൊടുക്കുകയാണ്. ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ 6:15 തിരിച്ചെത്തി. കാലത്ത് 8:40 റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 9:30-10 മണിക്ക് ആവാറായി ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. നൈസ് എക്സ്പീരിയൻസ് ആണ്. എന്തായാലും തായ്ലാൻഡ് വരികയാണെങ്കിൽ, ഫുക്കറ്റ് വരികയാണെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. We have so good captain. We go up the best right from possible because we have so good captain. Close your hands for Mr. East, my captain. Amazing. Good experience. Yeah. Today we cannot do our program if everybody not come to join with me today. Thank you everybody. Kapkun ka. Thank you. Kapkun ka. Today are you enjoy? Yes. And happy? അപ്പൊ നമ്മുടെ ഐലൻഡ് ടൂർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ രാവിലെ എടുത്ത ഫോട്ടോസ് ഒക്കെ അവിടെ ഉണ്ട്, കളക്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. മിക്കവാറും കാശിനായിരിക്കും, നമുക്ക് നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. നമ്മളെ ഫോട്ടോസ് ഒക്കെ അവർ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തു. പക്ഷെ 1300 ബാത്ത് തോന്നുന്നു. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. പക്ഷെ അവർ നല്ലപോലെ പ്രൈസ് കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോയ്ക്ക് 300 ബാത്തായിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷെ അപ്പോൾ അതെല്ലാം കൂടി വാങ്ങാൻ നിന്നാലും നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നിന്നങ്ങ് ബാർഗെയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫ്രെയിം ഇല്ലാതെ ഈ 5 ഫോട്ടോയും 300 ബാത്തിന് കിട്ടി. 100 baht for one. 500 baht. Any discount please?
Give some discount. For one photo, 100 100. Give some discount. We will take food. all. If All. Discount already. No. Discount already. അപ്പൊ നമ്മളിതാ ഇപ്പൊ ഹോസ്റ്റലെത്തി. തിരിപ്പ് എത്ര മണിയായി? 7 മണിയായപ്പോ ഹോസ്റ്റലിലെത്തി. രാവിലെ 8:30 പോയതല്ലേ. ഓക്കെ, നമുക്കിനി ഹോസ്റ്റലിൽ കയറാം. നമുക്ക് ഒന്ന് ഫ്രഷപ്പായി മണലൊക്കെ തൂത്ത് കളഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോണം. ഓക്കേ.